ഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം ച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, സംഘർഷത്തെക്കുറിച്ച്, മാനസിക സംഘർഷത്തെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നാണ് സംഘാടകർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. മാനസിക സംഘർഷം രണ്ടായാണ് പ്രാചീനർ തിരിച്ചിട്ടുള്ളത് പ്രധാനമായി. ഒന്ന് നൈസർഗികം, രണ്ട് ആർജിതം. നാച്ചുറൽ, അക്വേർഡ്, ഇങ്ങനെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അതിന് പറയാം. നൈസർഗികമായ സംഘർഷം അദൃഷ്ടപൂർവകമാണ്. നമ്മുടെ ബോധതലത്തിൻ്റെ അറിവിനുള്ളിൽ വരാത്ത അബോധപൂർവമായ സൂക്ഷ്മമായ സംഘർഷമാണ്. അതുതന്നെ മൂന്ന് വിധമാണ് പ്രാചീനർ പറഞ്ഞിരിക്കുന്നത്. ആധുനികരും മൂന്ന് വിധത്തിലാണ്, പക്ഷേ ഈഷദ്ഭേദമുണ്ട്. മാതൃജം, പിതൃജം, ആത്മജം, അല്ലെങ്കിൽ ജന്മജം എന്നൊന്നിച്ച് പറയാം. ജനിതകപരമായി വരുന്ന സ്ട്രെസ് വളരെ ചെറുപ്പത്തിലേതുണ്ടാവും. ഏത് കാര്യം കൊണ്ടും ഇത് വളരുകയും ചെയ്യും. മാതാവ്, പിതാവ്, അവരുടെ സംയോഗത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സംയോഗ സമയം, സംയോഗത്തിൻ്റെ ബീജാണുക്കളുടെ സ്വഭാവം, പഴയകാലത്ത് ഇവയെ വെച്ചുകൊണ്ട് നൈസർഗികമായ സംഘർഷം പോകുന്നതിന് മാതാവിന് അമിത പ്രാധാന്യമുണ്ടായിരുന്നു. പരിഹാരവും ഞാൻ ഒപ്പം പറഞ്ഞു പോകണമോ, അല്ല ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് പരിഹാരത്തിലേക്ക് നേരെ ഉണ്ടെങ്കിൽ വരണമോ? ഏതായിരിക്കും നിങ്ങളുടെ ബ്രെയിനിന് നല്ലത്? അപ്പോഴപ്പോൾ അതാതിൻ്റെ പരിഹാരം തീർത്തുപോവുകയാണെങ്കിൽ മനുഷ്യന് വിദ്യാഭ്യാസവും പുരോഗതിയും വരുന്നതിന് മുമ്പ് സംഘർഷം ഉണ്ടാകാതിരിക്കുവാൻ ഉള്ള പ്രമുഖ സംവിധാനങ്ങളിലൊന്നായിരുന്നു കുടുംബം, പാരസ്പര്യം. ഇന്നതില്ല. അണുകുടുംബമായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. കുടുംബ പാരസ്പര്യത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് മാതാവാണ് അതിൻ്റെ മുഖ്യ സ്ഥാനത്തുണ്ടായിരുന്നത്. പ്രാചീന ജീവിത രീതിയെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലത്ത് വന്ന പാട്രിയാർക്കൽ സമൂഹങ്ങളുടെ വളർച്ചയ്ക്ക് മുമ്പ് അതിന് രണ്ട് കാരണങ്ങളുണ്ടൊന്ന്, ഒരു കുഞ്ഞിൻ്റെ വികാസ പരിണാമങ്ങളിൽ മാതാവിൻ്റെ ഭാവവും പിതാവിൻ്റെ ബീജത്തിൻ്റെ സെലക്ഷനും മാതാവിൽ അന്തർലീനമാണ്. 72, 80, 100, 110, 60 ഒക്കെ ദശലക്ഷം ബീജാണുക്കളെ ഫൈലോപ്യൻ ട്യൂബിലൂടെ കടന്നു ചെല്ലുമ്പോൾ അതിൽ നിന്ന് ഒന്നിനെ മാത്രം ആർബിട്രറിയായി സെലക്ട് ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ കരവിരുതാണ്. ഏത് സമൂഹത്തിന് ആ ദശോപലക്ഷം വരുന്ന ബീജാണുക്കളിൽ നിന്ന് ഉത്തമമായതിനെ, പിതൃജപരമായി യാതൊരു വൈകല്യങ്ങളുമില്ലാത്തതിനെ
തെരഞ്ഞെടുക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നുവോ ആ സമൂഹം ഏറ്റവും ഉത്തമമായ സമൂഹമെന്ന് പ്രാചീനർ കണക്കാക്കി പോന്നിട്ടുണ്ട്. നരവംശാസ്ത്രപരമായി, ജീവശാസ്ത്രപരമായി ഒക്കെ അത്തരം ഗ്രന്ഥങ്ങളും അവയുടെ പഠനങ്ങളും ഏതാണ്ട് പൂർണ്ണമായി അസ്തമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളും വളരെ ഉണ്ടാവും. അതുകൊണ്ട് അമ്മ എന്നത് പരമപ്രാധാന്യമായി കരുതിയ സമൂഹങ്ങളിൽ സ്ട്രെസ് വളരെ കുറഞ്ഞു നിൽക്കുവാൻ കാരണമായിരുന്നു. മാതൃജമായിരിക്കുന്നതും പിതൃജമായിരിക്കുന്നതും രണ്ട് മനസ്സിന്റെ ഏകാഗ്രതയ്ക്കായിരുന്നു അന്ന് സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇന്ന് ധനത്തെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്ന ഒരു സാമൂഹിക ഘടനയിലാണ് നാം ജീവിക്കുന്നത്. സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം സമൂഹത്തെ ധരിക്കുന്ന ധർമ്മമല്ല, ധനമാണ്. ഒരു 100 കൊല്ലമായി ധനത്തെ ആസ്പദമാക്കിയുള്ളൊരു സമൂഹ ഘടനയും അതിൻ്റെ വികാസ പരിണാമവുമാണ് ആഗോളവൽക്കരണത്തിൻ്റെ രംഗവേദിയിൽ രൂപാന്തരപ്പെട്ട് വളർന്ന് നിൽക്കുന്നത്. മറ്റത് ആധാരം ധർമ്മമാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. അന്ന് മനസ്സിന്റെ ഏകാഗ്രതയാണ് ധർമ്മത്തിൽ ഏറ്റവും പ്രധാനം. ഒരു സ്ത്രീയുടെ ചാതുര്യത്തെക്കുറിച്ച് പ്രാചീന കാലത്ത് അംഗീകരിച്ചു പോന്നിട്ടുള്ളത് തൊട്ടാൽ പൊട്ടുന്ന മൺകലങ്ങളും കൽച്ചട്ടികളും ഗ്ലാസ് പാത്രങ്ങളുമാണ് അടുക്കളയിൽ ഉപയോഗിച്ചത്. 60 കൊല്ലം ഉപയോഗിച്ചിട്ടൊരു സ്ത്രീ തൻ്റെ മകളെ അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇത് 60 കൊല്ലം മുമ്പ് അമ്മ എനിക്ക് തന്നതാണ്, ഞാൻ ഒന്നും പൊട്ടിച്ചില്ല, നിനക്ക് തരികയാണ്. അവൾ വീടിന് പുറത്തിറങ്ങേണ്ടി വരില്ല ഒരു വിവരവും അറിയാൻ. അവൾ വീട്ടിലിരുന്നാൽ മതിയാവും, ഭർത്താവ് അവളുടെ ചൊൽപ്പടിയിലായിരിക്കും. മക്കളോട് അവൾക്കധികം ശകാരിക്കേണ്ടി വരില്ല കാര്യങ്ങൾ ചെയ്യാൻ. കാരണം മനസ്സിന്റെ ഏകാഗ്രതയിൽ എല്ലാത്തിനെയും ഭരിക്കുവാനും എല്ലാത്തിനെയും നിയന്ത്രിക്കുവാനും എല്ലാത്തിനെയും നല്ല നിലയിലേക്ക് ഉപദേശിച്ചു കൊണ്ടുപോകുവാനും എല്ലാത്തിനെയും മുൻകൂട്ടി കാണുവാനുമുള്ള മനസ്സിന്റെ ഏകാഗ്രത അത്ര ഉദാത്തമായി അവൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവൾ സാമൂഹിക വിദ്യാഭ്യാസത്തിന്റെ രംഗവേദിയിലേക്ക് പോയിട്ടുമുണ്ടാവില്ല. കാലചക്രം ഈയൊരു സന്ദേശത്തെയും സത്യത്തെയും മാറ്റിമറിച്ചാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് ഒപ്പം പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാനിത് താരതമ്യം ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ഒപ്പം ഓടുമോ എന്ന് എനിക്കറിയില്ല. ഓടുകില്ലെങ്കിൽ എന്നോട് പറയണം, മറക്കരുത്. ഞാൻ പറയുന്നത് അതിൻ്റെ തലത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം മനസ്സിൻ്റെ ഏകാഗ്രത അത്ര ഇന്നത്തേക്കാൾ കുരുത്തം കെട്ട കുട്ടികൾ, ഇന്നുള്ള കുട്ടികൾ മെച്ചമാണ്. കാരണം രാവിലെ ഇറങ്ങി സ്കൂളിൽ പോവോ വേറെ എന്തെങ്കിലും ചെയ്യുള്ളൂ, കിടന്ന് ഓടുകയോ ചാടുകയോ കല്ലെടുത്തെറിയോ ബഹളം വെക്കുകയില്ല. നിങ്ങളിലെ മുതിർന്നവരെല്ലാം അങ്ങനെ വളർന്നവരാണ്. അതിൻ്റെ ഇടയിലാണ് ഇത് പൊട്ടാതെ എടുത്തുകൊണ്ടുവരുന്നത്. ഒരു നാരങ്ങ എടുത്ത് ഗ്ലാസ് ടംബ്ലറിൽ ഒരല്പം ചൂട് ചായ എടുത്താൽ ഗ്ലാസ് ടംബ്ലർ പൊട്ടിപ്പോകും. അപ്പം അതിൻ്റെ കെമിസ്ട്രിയൊക്കെ മനോഗതമായി അറിയണം. വളരെ ശാസ്ത്ര സത്യങ്ങളെ അവർ അനുഭവത്തിൽ അറിയണം. അപ്പം മാതൃജവും പിതൃജവുമായ സംഘർഷത്തെ സമീചീനമായി തടഞ്ഞത് മാതാവെന്ന കേന്ദ്രബിന്ദുവാണ്. അതിനൊന്ന് പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിന് തന്നെ പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സെലക്ഷൻ ഉതകുമാറും പിതൃബീജങ്ങളിൽ നിന്ന് ഉത്തമമായതിനെ സെലക്ട് ചെയ്യാൻ അതിൻ്റെ ക്രമമായ വികാസം നടക്കുന്നത് തന്നിലാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ 56 ദിവസത്തിനുള്ളിൽ ബീജസങ്കലനം കഴിഞ്ഞ് 56 ദിവസത്തിനുള്ളിൽ
20, 12, 32 മൈറ്റോസിസ് നടക്കും. ക്രമഭംഗം. അവിടെ നിങ്ങൾ ആരായിത്തീരുമെന്നും എന്തായിത്തീരുമെന്നും എങ്ങനെയെല്ലാം ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും മസ്തുളങ്കത്തിൽ കോറിയിട്ട് കഴിഞ്ഞിരിക്കും ശാസ്ത്രപ്രകാരം. അതുകൊണ്ട് ഒരു അമ്മയെ സംബന്ധിച്ചും കുഞ്ഞിനെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ബീജസങ്കലനം മുതൽ 56 ദിവസം. അതിന് തികച്ചും അപ്രധാനമാണ്. അതുകൊണ്ട് നൈസർഗികമായ സ്ട്രെസ്സിൽ, നാച്ചുറൽ സ്ട്രെസ്, പരിഹാരങ്ങൾ ഇന്നില്ല. പഴയ ആളുകൾക്കുണ്ട്. പഴമ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ചാണ് ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ അവളുടെ കുടുംബത്തിലേക്കാണ് പുരുഷൻ വന്നു കയറി ജീവിക്കുന്നതെങ്കിൽ അങ്ങനൊരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ഇറ്റ്സ് ട്രൂ. വിവാഹം കഴിച്ച് ഭാര്യാഗൃഹത്തിലേക്ക് വരുന്നവർ, അങ്ങനൊരു സമൂഹം ഉണ്ടെന്ന് തോന്നുന്നു കേരളത്തിൽ. ഇല്ല, ഇല്ല. പല സമൂഹങ്ങളും അങ്ങനെ ഉണ്ട്. എല്ലാത്തിനകത്തും ഉണ്ട്. എല്ലാ മതത്തിനകത്തും അത്തരക്കാരുണ്ട്, ഇല്ലേ? അങ്ങനെ ചില യൂണിയനും ഉണ്ടെന്ന് തോന്നുന്നു, AUT എന്നൊക്കെ പറഞ്ഞു, ഇല്ലേ? അച്ചി വീട്ടിലുണ്ട് താമസം എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. അപ്പം അങ്ങനെ ചില സമൂഹങ്ങളുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീയുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഗോത്രനാമാദികളൊക്കെ മാറി പുരുഷ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് കയറി വരുന്ന സ്ത്രീകളുണ്ട്. പുരുഷന്റെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ പുരുഷന്റെ അമ്മ, സ്ത്രീയുടെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ അവളുടെ തന്നെ അമ്മ. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് അബീജസങ്കലനത്തിൻ്റെ ടൈമാണ്. അവിടെ മുതൽ 56 ദിവസത്തേക്ക് അവൾ ആരോട് സംസാരിക്കണം, അരുത്, എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നുള്ളത് 56 ദിവസത്തേക്ക് വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനിൽ കൊണ്ടുപോകും. അതിനെയൊക്കെ ചോദ്യം ചെയ്താണ് മോഡേൺ സൊസൈറ്റി ഇന്ന് വളർന്നു വന്നത്. അപ്പോൾ നൈസർഗികമായ സ്ട്രെസ് എല്ലാ അർത്ഥത്തിലും വളരാൻ പാകത്തിനുള്ള ഒരു വളർച്ച ആക്ടിവിസത്തിലൂടെ, ദൃശ്യശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങളിലൂടെ, ശരിയായ പഠനത്തിൽ ബയോകെമിസ്ട്രിയിലും മോളിക്യൂളർ ബയോളജിയിലുമെല്ലാം സൈറ്റോളജിയിലുമെല്ലാം ഇത് വളരെ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതൊരു പരീക്ഷ എഴുതുന്നതിനപ്പുറം നിത്യജീവിതത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. പഠിക്കാത്തവൻ ഭരിക്കുകയോ പഠിച്ചുവെന്ന് വിചാരിക്കുന്നവൻ പഠിച്ചതെല്ലാം മറന്നിട്ട് ഭരിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനമല്ലാതെ പഠിത്തത്തെ ആസ്പദമാക്കിയുള്ള വിദ്യയുടെ ഭരണം നമുക്കില്ല എന്നുള്ളതാണ് ചരിത്രപരമായ സത്യം. ഇറ്റ്സ് ട്രൂ. ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചു തരുമോ എന്ന് എനിക്കറിയില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞു, പരീക്ഷ എഴുതി ഒന്നും ഓർക്കേണ്ടതില്ല. പിന്നെ അപ്പോഴപ്പോൾ വരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് പഠിച്ചവൻ പഠിക്കാത്തവനേക്കാൾ നീചമായി ഭരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ രംഗങ്ങളും. കുറച്ച് കടന്ന കൈയാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. നിങ്ങൾ അത്ര വേഗം സമ്മതിച്ചു തരേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞതൊന്നും എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയുമേ മിതമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ചിന്തിക്കുമെന്നാണ് എൻ്റെ ധാരണ. ഇസ് ഇറ്റ് ട്രൂ? കാരണം നിങ്ങൾക്കും എനിക്കും ഒരുപക്ഷെ നാം കാണുന്ന ഒരു സമൂഹത്തിനും ഒരുപാട് ഡിഗ്രികളുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചതൊന്നും പരീക്ഷ എഴുതി കഴിഞ്ഞ് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കൂടെ ഇല്ലെന്ന് തന്നെയാണ് ഞാൻ ധരിച്ചു വശാകുന്നത്. മറ്റു വല്ല പരിപാടിക്കും പ്രിപ്പയർ ചെയ്ത് പോകുമ്പോഴൊഴിച്ച്. അങ്ങനെ പറഞ്ഞോട്ടെ. അതുകൊണ്ടാണ് പഠിപ്പ് ഇല്ലാത്ത ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. മറിച്ച് പഴയ കാലത്ത് സ്ത്രീയെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതിനനുസരിച്ചൊരു മാതാവ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിപ്പുണ്ട്.
കാരണം തൻ്റെ മകൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്, തൻ്റെ മകനൊരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്. അത് സൊസൈറ്റിക്കൊരു ബാധ്യതയാവരുത്, അവൻ കുടുംബത്തിനൊരു ബാധ്യതയാവരുത്. അതുകൊണ്ട് നൈസർഗികമായ സംഘർഷങ്ങൾ, മാതൃജവും പിതൃജവുമായ സംഘർഷങ്ങൾ, ആത്മജമായ സംഘർഷങ്ങൾ. ആത്മജത്തെ ആധുനികം അംഗീകരിക്കുന്നില്ല. ആത്മാവ് എന്നൊന്നുണ്ടെന്നും അത് കൈമാറിയാണ് വരുന്നതെന്നും അതിൽ പൂർവജന്മപരങ്ങളായ ഒട്ടേറെ സംഘർഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമുള്ള സങ്കേതമാണ് ആത്മജ സംഘർഷങ്ങൾ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി, അതിനെ അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് മറ്റേ രണ്ടെണ്ണം സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആധുനികം പ്രാചീനതയോടൊപ്പം സ്വീകരിക്കുന്ന മറ്റൊരു സംഘർഷമുണ്ട്, റേഷ്യൻ, വർഗപരമായ സംഘർഷം, വർഗ സ്വഭാവങ്ങളായ സംഘർഷങ്ങളുണ്ട്. അത് നിങ്ങൾ തമ്മിൽ തമാശയ്ക്ക് പറയുന്ന കാര്യമാണ്, ചിലപ്പോൾ ഫീൽ ചെയ്തും പറയുന്ന കാര്യമാണ്. കാരണം നിങ്ങളൊക്കെ പല ജാതി പല മതങ്ങളിൽ നിന്ന് വന്നവരാണ്. ചിലരുടെ പെരുമാറ്റങ്ങളും പരിപാടിയും വരുമ്പോൾ നിങ്ങൾ പരസ്പരം പറയും അത് ഇന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ കാണിക്കുമെന്ന് പറയുമെന്നാണ് എൻ്റെ ധാരണ. അത് റേഷ്യലായിട്ടുള്ള സംഘർഷങ്ങളാണ്. ഒരു വർഗത്തിന് മറ്റൊരു വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി സംഘർഷവും ആനന്ദവും രണ്ടുമുണ്ട്. അത് വർഗഗുണമാണ്, ജാതി ഗുണമാണ്, മതഗുണമാണ് എന്നൊക്കെ നിങ്ങൾ തമ്മിൽ പറയുമെന്ന് തോന്നുന്നു. സിട്രു ഇല്ല. അപ്പം അതുകൊണ്ട് വർഗപരങ്ങളായ സംഘർഷങ്ങളുണ്ട്. അപ്പം സംഘർഷങ്ങളെ നൈസർഗികമായി അല്ലെങ്കിൽ അദൃഷ്ടമായി ഇത്രയുമായി തരംതിരിക്കാം. ഇവയ്ക്കുള്ള പരിഹാരം ഒന്ന്, പാരസ്പര്യങ്ങൾ കൂട്ടുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവ് പാരസ്പര്യത്തിൻ്റെ രണ്ടംശങ്ങളാണ്. പക്ഷെ ഇന്ന് ആക്ടിവിസ്റ്റുകളുടെയും മാധ്യമങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ പ്രവർത്തന ഫലമായി പാരസ്പര്യങ്ങൾ തകരുകയും അവകാശങ്ങൾ വർദ്ധിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സൊസൈറ്റി മുമ്പ് എന്നും ഉള്ളതിനേക്കാളേറെ അവകാശത്തിൽ ബോധവാന്മാരാണ്, കർത്തവ്യത്തിൽ ബോധവാന്മാരല്ല. നിങ്ങളുടെ സഹകാരികളെ എടുത്താൽ അവിടെ വരുന്ന ഓരോ വ്യക്തിക്കും അവകാശങ്ങൾ ഒട്ടു വളരെയുണ്ട്. റൈറ്റ്? അവരുടെ അവകാശങ്ങളെ പറ്റി അവർ തികച്ചും ബോധവാന്മാരാണ്. നിങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആളുകളെ എടുത്താൽ ഓരോ ചെറിയ കോപ്പറേറ്റീവ് സെറ്റപ്പിലും വലുതിലും തെരഞ്ഞെടുക്കുന്നവരെ നോക്കിയാൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചെല്ലാം അവർ ബോധവാന്മാരാണ്. നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഈ മൂന്ന് കൂട്ടരും ഇവിടെ ഉണ്ടാവുന്നതായിരിക്കുന്നു. ഇല്ല, ആദ്യം പറഞ്ഞ കൂട്ടർ ഇവിടെ കാണുകയില്ല. സാധാരണ അംഗങ്ങൾ കാണുകയില്ല എന്ന് തോന്നുന്നു. സാധാരണ അംഗങ്ങളിൽ നിന്ന് വന്നവരാണ് നിങ്ങൾ എന്നുള്ള നിലയിൽ പ്രസിഡന്റുമാരുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് തികച്ചും ബോധവാന്മാരാണ്. എവിടെയാണോ ഒരു മനുഷ്യൻ അവൻ്റെ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുകയും കർത്തവ്യത്തിന് അമിത പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത്, അവന് സ്ട്രെസ് കുറയും. കാരണം കർത്തവ്യം പുറത്തേക്ക് പോകുന്നതാണ്, അവകാശം അകത്തേക്ക് വന്നു ചേരുന്നതാണ്. അക്കൗണ്ടൻസിയിൽ ഒരു പ്രിൻസിപ്പിളുണ്ട്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആൻഡ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അങ്ങനെ കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ഓർ ദ ക്രെഡിറ്റ് ദി ഗിവർ, ഡെബിറ്റ് ദ റിസീവർ, അങ്ങനെയാണെന്ന് തോന്നുന്നു. സോ ട്രൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കർത്തവ്യം കൊടുക്കുന്ന സാധനമാണ്, അവകാശം വാങ്ങിയെടുക്കുന്ന സാധനമാണ്. അവകാശത്തിൽ മസ്തുളങ്കത്തിന്, കോശത്തിന്, കോശകേന്ദ്രത്തിന്, കോശദ്രവത്തിന്, എൻസൈമുകൾക്ക്, ഹോർമോണുകൾക്ക് പരിണാമമുണ്ടാകും. അവകാശത്തിൻ്റെ ചിന്ത ഒരു മനുഷ്യനിൽ ഉളവാകുമ്പോൾ തന്നെ 4 പരിണാമങ്ങൾ ശാരീരികമായുണ്ടാവും. സെൻഷ്വസ് ചേഞ്ച്, ഗ്ലാൻഡുലർ ചേഞ്ച്, ബയോകെമിക്കൽ ചേഞ്ച് ആൻഡ് മോളിക്യൂളർ ചേഞ്ച്. ഈ പരിണാമങ്ങളെല്ലാം പെട്ടെന്നാണ് നടക്കുക.
നമ്മളെ കാത്തിരിക്കുകയൊന്നുമില്ല ഈ പരിണാമത്തിന്. എൻ്റെ ഒരു അവകാശം വ്രണപ്പെട്ടു എന്ന് അവകാശത്തെപ്പറ്റി ബോധവാനായ എനിക്കൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ ആ പ്രസ്ഥാനം തകർക്കണം, അല്ലെങ്കിൽ എൻ്റെ അവകാശത്തെ പിടിച്ചു വെച്ചവരെ തകർക്കണം. ഇതിനുള്ള എല്ലാ മുന്നേറ്റത്തിലും സംഘർഷം നിശ്ചയമാണ്. അത് വരാതിരിക്കുന്നത് പാരസ്പര്യത്തിലാണ്. ആധുനിക സമൂഹം ഭാര്യ എന്നത് സ്ത്രീയാണ്, ഭർത്താവ് എന്നത് പുരുഷനാണ്. അവർ തമ്മിലുള്ള സമരമാണ് ജീവിതം. സ്വാതന്ത്ര്യം നേടുന്നതിന് രണ്ടുപേരും തമ്മിലുള്ള സംഘർഷമാണ് ജീവിതം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നിടത്താണ് നിങ്ങളുടെ സാമൂഹിക ഘടന മുഴുവൻ ഇന്ന് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. പരസ്പര സ്നേഹമാണെന്നുള്ളിടത്തല്ല. സ്നേഹമൊക്കെ പുറത്താകാം, അകത്ത് രണ്ടുപേരും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചല്ലാതെ അതിൻ്റെ പേരിലാണ് എല്ലാ കേസുകളും, എല്ലാ വഴക്കുകളും. കാസർഗോഡ് ജില്ലയും വയനാട് ജില്ലയുമാണ് കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ 2 ജില്ലകൾ. ഏറ്റവും കുറവ് ഡൈവോഴ്സ് നോട്ടീസ് 2 ജില്ലകളിലാണ്. അതിൽ കാസർഗോഡും വയനാടും 2000-ലധികം ഡൈവോഴ്സ് നോട്ടീസ് ഉണ്ട് ഒരു വർഷം കോടതിയിലെത്തുന്നത്. ബാക്കിയുള്ളിടത്തെ കഥ ഞാൻ പറയണ്ട. പഴയകാലത്ത് ഒരെണ്ണം പോലും ഉണ്ടാകാത്തിടത്താണ് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ ഡോക്ടറും എഞ്ചിനീയറും എല്ലാം വിവാഹം കഴിച്ച ഉടനെ ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കുന്നത്. വക്കീലന്മാർക്ക് പണ്ട് ഡൈവോഴ്സ് കേസുകൾ എടുക്കാൻ മടിയായിരുന്നു. ഒരു നാണം കെട്ട കേസായിട്ടാണ് വക്കീലന്മാർ തന്നെ കരുതിയിരുന്നത്. ഇന്നതൊരു ത്രില്ലായിട്ടാണ് കരുതുന്നത്. ആ രംഗത്തുള്ളവരാരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അഡ്വക്കേറ്റ്സ് ആരെങ്കിലും, ഒരാൾ പോലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. പണ്ട് ഡൈവോഴ്സ് കേസുമായിട്ട് എന്നാൽ എനിക്ക് വേണ്ടാന്ന് പറയും. തറവാടിത്തത്തിന് ചേർന്നതായിട്ടല്ല ഒരു വക്കീലും കരുതിയിരുന്നത് ഡൈവോഴ്സ് കേസുകൾ എടുക്കുക എന്ന് പറയും. എങ്ങനെയെങ്കിലും നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞു തീർക്കുക, വെറുതെ നാണക്കേട്, ഇതൊക്കെ കോടതിയിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് അതിന് ഏറ്റവും ത്രില്ലുള്ള കേസുകളായി മാറുക. ഇത് വിദ്യാസമ്പന്നരുടെ ഇടയിലാണ്. ഇത് കോടതി വരെ എത്തിയതിൻ്റെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. എത്തത് തൊട്ട് അനേകമാണ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്ത്രീ പുരുഷ ബന്ധം, കുടുംബം, ഭാര്യാഭർത്തൃബന്ധം ഇവയൊക്കെ ഏറ്റവും വികലമാണ്. ഇത് സംഘർഷത്തിൻ്റെ വലിയ ലോകങ്ങളെ സൃഷ്ടിക്കുന്ന ഈ രംഗത്തൊന്നും മനുഷ്യന്റെ പഠിപ്പ് പ്രയോജനപ്പെട്ടിട്ടില്ല. അപ്പൊ നൈസർഗികമായ സംഘർഷം, മാതൃജം, പിതൃജം, ആത്മജം, വർഗജം, റഷ്യൻ, അവയിലെല്ലാം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണിന്ന് ഇത്രയേറെ വർദ്ധിപ്പിച്ചത്. അതിൽ മതനേതൃത്വം വളരെ മുമ്പിലാണ്. നിങ്ങളുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതൃത്വങ്ങളെല്ലാം സമീപകാലത്ത് ഇതിനെയാണ് വളർത്തിയത്. കാരണം അവയ്ക്കൊക്കെ വളരാനുള്ള വളക്കൂറുള്ള മണ്ണ് മനുഷ്യന്റെ മത്സരമായിരുന്നു. മതങ്ങൾ വളർന്നതും ജാതികൾ വളർന്നതും രാഷ്ട്രീയം വളർന്നതും എല്ലാം മാനവ സംഘർഷത്തിന്റെ വളക്കൂറുള്ള മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി സംഘർഷം പോകാൻ ആഗ്രഹിക്കുമോ നിങ്ങളെന്ന കാര്യം ചില്ലറ സംശയമുള്ളയാളാണ് ഞാൻ. കാരണം മനുഷ്യനും തമ്മിൽ സംഘർഷമില്ലെങ്കിൽ എങ്ങനെയാണ് ലോകത്ത് ഇവയ്ക്കെല്ലാം മുതലെടുപ്പ് നടത്താൻ പറ്റുന്നത്? ശാന്തമായി ജീവിക്കുന്നിടത്ത് പുറത്തുനിന്നൊരു വ്യക്തിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. ശരിയാണോ? ഈ നാട്ടിലെ മനുഷ്യനൊക്കെ നിശബ്ദം, ഭാര്യ ഭർത്താക്കന്മാർ നല്ല സാമരസ്യത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കുകയും കുട്ടികൾ നല്ല നിലയിൽ പഠിച്ചു വളരുകയും
മര്യാദാമസൃണമായി ജീവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് പണിയെടുക്കാതെ അവരെ പറ്റിച്ച് ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് സംഘർഷം ആധുനിക സമൂഹത്തിൻ്റെ വികാസത്തിനൊപ്പം ഒരു അനിവാര്യതയാണ്. അത്രയും അടിവരച്ച് മനസ്സിലായിക്കോളൂ. സംഘർഷം വേണ്ട എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിലൊരു നിയമമുണ്ട്, സംഘർഷം എനിക്കാവരുത്, മറ്റുള്ളവനുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഭാഗമാണ്. അത് സാമർഥ്യം പോലൊക്കെ ഇരിക്കും. അപ്പം നൈസർഗികമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് പരിഹാരം പാരസ്പര്യമാണ്, കുടുംബമാണ്, കർത്തവ്യബോധമാണ്, അവകാശങ്ങളല്ല. ഇത് വളരെ എളുപ്പത്തിലെ പരിഹാരമാണ്. പിന്നീട് നേരം ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ വിശദീകരിക്കാം. നൈസർഗികമായ സംഘർഷത്തെക്കാൾ അപകടകരമായ ഒരു സംഘർഷമാണ് അക്വേർഡ്, ആർജിത സംഘർഷം. ആർജിത സംഘർഷത്തിൽ പ്രഥമവും പ്രധാനവുമായത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം സംഘർഷത്തെ കുറയ്ക്കാനായിരുന്നു ഇന്ത്യയിൽ രൂപപ്പെട്ടത്. ഇന്ത്യയിൽ സംഘർഷം വളരെ കൂടുതലുണ്ടായിരുന്നു. കാരണം സ്കൂളുകളെല്ലാം ഇന്ത്യയിലെ ജന്മിമാരുടേതായിരുന്നു ഒരു സമയത്ത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി അവരെല്ലാം കുറച്ച് സൗമനസ്യമുള്ളവരായി തീർന്നു. അവർ തങ്ങളുടെ സ്കൂളെല്ലാം ഗവൺമെൻറ്റിന് കൊടുത്തു. നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകുമെന്നറിഞ്ഞ് മുൻകൂട്ടി ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു. അങ്ങനെ വിദ്യാഭ്യാസം ഒരു പൊതു സമ്പ്രദായമായി ഇന്ത്യയിൽ വളർന്നു. അവയെ വളരെ ആസൂത്രിതമായി തകർക്കുകയും സ്വകാര്യമായി അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇന്നെനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് കൂടുതൽ സ്വകാര്യമാണെന്നാണ്. പൊതുമേഖലാ വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസമേ അല്ല. നിങ്ങൾ സമ്മതിക്കുമോ എന്നെനിക്കറിയില്ല. ആർജിതമായതെല്ലാം വിദ്യാഭ്യാസത്തിലൂടെയാണ് നേടുന്നത്. വളരെ പാവപ്പെട്ടവരുടെ, വളരെ പണമില്ലാത്തവരുടെ, വളരെ താഴ്ന്നവരുടെ കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥലമാണ് പൊതുമേഖലാ വിദ്യാഭ്യാസ രംഗമെന്നാണ് ഞാൻ കരുതുന്നത്. സുട്രു. അതുകൊണ്ട് കുട്ടികൾക്ക് സംഘർഷം കുറവാണ്, കോമൺ സെൻസ് കൂടുതലാണ്. അവരിൽ നിന്നാണ് കൂടുതലും സംഘർഷമില്ലാതെ ആർജിച്ച ഒരു തലത്തിൽ വ്യവസായികളും മറ്റുള്ളവരുമൊക്കെ രൂപാന്തരപ്പെട്ടു വരുന്നത്. ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയാൽ, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണേ, ഞാൻ പറഞ്ഞത് ശരിയായിക്കൊള്ളണമെന്നില്ല. പ്രമുഖ വ്യവസായികൾ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവരെല്ലാം രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത് ശക്തമായ കോമൺ സെൻസോടുകൂടിയും നല്ല ബലത്തോടുകൂടിയും ശാരീരികവും മാനസികവുമായ ഇമ്മ്യൂണിറ്റി, നല്ല ബലം, നല്ല സമചിത്തത, ആർജിതമായ നല്ല സമചിത്തത, നഷ്ടലാഭങ്ങളെ സമമായി കണക്കാക്കുവാനുള്ള നല്ല വിവരം, ഇവയോടുകൂടിയാണ് വന്നിട്ടുള്ളതെന്ന് കാണാം. തമിഴ്നാടും കേരളവും ആന്ധ്രയും കന്നഡയും എല്ലാം നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഇന്ത്യയിൽ ലോകോത്തരന്മാരായി വന്നിട്ടുള്ള വ്യവസായികളുടെ നല്ലൊരു പട്ടിക എടുത്ത് നിങ്ങൾക്ക് ഇത് പഠിച്ചു നോക്കാം. കാസർഗോഡ് ജില്ലയിലും നോക്കാം,
ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരുമെന്നാണ് എൻ്റെ ധാരണ. ട്രൂ? ശരിയല്ല. മത്തി വിറ്റോ ബീഡി വിറ്റോ മറ്റുള്ളത് വിറ്റോ കയറി വന്നു, സ്കൂളായി, കോളേജായി, 100 തൊഴിലാളി കീഴിലായി. ശരിയല്ല. ഇങ്ങനെ വികസിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, പഠിപ്പുള്ളവൻ ഇവിടെയൊക്കെ പോയി നല്ല ശമ്പളത്തിന് ജോലി ചെയ്യല്ലാതെ സ്വന്തമായി ഉണ്ടാക്കാത്തത്, നല്ല വിദ്യാഭ്യാസത്തിന്റെ പരാജയം ചൂണ്ടിക്കാണിക്കാൻ ആ ഒരു ഉദാഹരണം മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ആളുകളാണ് പലപ്പോഴും സഹകരണ സ്ഥാപനങ്ങളിൽ പോലും അതിന്റെ വളർച്ചാഘട്ടങ്ങളിൽ നിർണായകമായി നിന്നിട്ടുള്ളത്. ചിലർക്ക് ഒപ്പിടാൻ പോലും അറിയുമുണ്ടാവില്ല, ചിലപ്പോൾ ചൂന്ന് വരയ്ക്കാനേ അറിയുള്ളൂ. അവരെ അങ്ങ് മാറ്റിയിട്ട് ആ പഠിപ്പുള്ള ഉദ്യോഗസ്ഥനെ ഇത് പൂർണ്ണമായി ഏൽപ്പിച്ചാൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ എന്നോട് പൊറുക്കുമെങ്കിൽ സ്ഥാപനം കാണില്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്നോട് പൊറുക്കുമെങ്കിൽ ഒന്നിനെ സൃഷ്ടിക്കുക, അതിനെ സംഘർഷമില്ലാതെ നിലനിർത്തുക, അതിന്റെ വളർച്ചയുടെ വിവിധ പടവുകളെ സംഘർഷമില്ലാതെ കൊണ്ടുപോവുക, വാക്കും പ്രവൃത്തിയും മനസ്സും തനിക്കും അന്യനും സംഘർഷമില്ലാതെ ആക്കി തീർക്കുക. സംഘർഷ സന്ധികളിൽ വന്ന് ഒന്ന് ചിരിച്ചു കാണിച്ചോ, ഒന്ന് തലോടിയോ, ചിലപ്പോൾ ഒന്ന് ശകാരിച്ചോ, സ്വാതന്ത്ര്യത്തിലൊരു അടി കൊടുത്തോ അതിനെ പരിഹരിക്കുക. ഞാൻ ആ അടി കൊടുക്കുക എന്ന് പറയേണ്ടത് സ്വാതന്ത്ര്യത്തിൽ എന്നൊരു പദം ചേർത്തിട്ടുണ്ട്, തെറ്റിദ്ധരിക്കരുത് അല്പം പോലും. പലപ്പോഴും ഇത് കോമൺ സെൻസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. പല വിദ്യാഭ്യാസമുള്ളവരും പലതരം അപകടങ്ങളിൽ പെട്ടുകഴിയുമ്പോൾ ഓടിച്ചെന്ന് മറ്റേയാളിനോടാ പറയാം, സംഗതി എൻ്റെ വാക്കാണ് പഴച്ചത്, വലിയ സംഘർഷത്തിലാണ് തിളച്ചാ നിൽക്കുന്നത്, എന്നെ കണ്ടാൽ കുഴപ്പമാവും, അതുകൊണ്ട് സാറൊന്ന് എന്ന് സമാധാനിപ്പിച്ചിട്ട് ഞാനങ്ങ് വരാം. അപ്പോൾ ചിലപ്പോൾ പറയുകയും ചെയ്യും, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ, ഇങ്ങനെയൊക്കെ തുടങ്ങാവോ എന്ന് ചോദിച്ചൊരു ശകാരം അവിടെയും കൊടുത്തിട്ട് വന്ന് സമാധാനിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങളുടെ സെറ്റപ്പിൽ തന്നെ ഒരുപാടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മറുപടി കിട്ടിയാൽ എനിക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണ് എന്നൊരു തോന്നൽ എനിക്ക് കിട്ടിയാൽ എനിക്ക് മുന്നോട്ട് പോകാനൊരു ആവേഗമുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ ഇന്ത്യൻ വിദ്യാഭ്യാസം കഴിഞ്ഞ 100 കൊല്ലം കൊണ്ട് കേവലം പരാജയമാണ് എന്ന് തെളിയിക്കുവാൻ പറ്റുന്നത് ഇവിടെയാണ്. വ്യക്തിക്ക് അത് സംഘർഷമാണ്. ഈ ചെയ്തിയെല്ലാം കഴിഞ്ഞ് വ്യക്തി സംഘർഷത്തിലാണ്, കുടുംബം സംഘർഷത്തിലാണ്. ഓഫീസിൽ സംഘർഷമുണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബം എന്തായാലും സമീചീനമായി സന്തുഷ്ടമാവില്ല. അയാൾ ഇടപെടുന്ന സാമൂഹിക ക്രമങ്ങൾ സന്തുഷ്ടമാവില്ല. അയാളിൽ നിന്ന് നവീനങ്ങളായ സൃഷ്ടികളൊന്നും ഉണ്ടാവില്ല. ഉള്ളത് പലപ്പോഴും നഷ്ടത്തിലും നശിപ്പിക്കലിലും എത്തുകയും ചെയ്യും. ഇത് ആർജിത വിദ്യാഭ്യാസത്തിന്റെ പരിണതിയാണ്. നൈസർഗികം പിന്നെ ജന്മനായാണ്, അത് അദൃഷ്ടമാണ്. ആർജിതമാണ് നമുക്ക് തിരുത്താവുന്ന മേഖല. ആർജിതത്തിൽ കോമൺ സെൻസിന് ഒന്നാമത് പഠിക്കുന്ന സമയത്ത് തൻ്റെ സാമാന്യബോധം വളർത്തുവാൻ ശ്രമിക്കുന്നതിനേക്കാളേറെ മറ്റുള്ളവരുടെ ചിന്തകളെ തലയിൽ വയ്ക്കുവാനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. കാണാതെ പഠിച്ചവരും പരീക്ഷയിൽ കാണാതെ പഠിച്ചത് ഛർദ്ദിച്ചു വെച്ചവരും പരീക്ഷ കഴിഞ്ഞാൽ മറന്നുപോയവരും ആവശ്യത്തിനത് ചിന്തയിലേക്ക് വരാത്തവരും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന വേളയിൽ വിദ്യാഭ്യാസം കൊണ്ട് സംഘർഷമുണ്ടാകുന്നവരുമാണ് ഇന്ന്
വിദ്യാഭ്യാസം കഴിഞ്ഞെത്തിയിരിക്കുന്നതിൽ നല്ലൊരു ശതമാനവും. ഇത് ആർജിത സംഘർഷത്തിലെ പ്രധാനപ്പെട്ടതാണ്. രണ്ട്, നിങ്ങളറിയാതെ പുതിയ തലമുറയെ ആർജിത സംസ്കാരത്തിന് വിധേയമാക്കുന്നിടത്തൊരു വൈകല്യം വളരെയുണ്ട്. അപ്പം നിങ്ങളുടെ കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് നാളെ വരാൻ പോകുന്നതൊക്കെ MBA-കാരാണ്. ഇപ്പോൾ വന്നു തുടങ്ങിയോന്നറിയില്ല. എഫെക്സ് സ്ഥാപനങ്ങളിലൊക്കെ തുടങ്ങി. നിങ്ങളുടെ തൊട്ടടുത്ത് MBA പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട്. ആ സിലബസ് ഒന്ന് മേടിച്ചു നോക്കുക. അവിടെ പഠിപ്പിക്കുന്ന ശൈലി നിങ്ങളൊന്ന് പോയി നോക്കുക. ഇന്ത്യൻ അന്തരീക്ഷത്തിൽ നിങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവന്നത് നിലനിൽക്കാൻ പാകത്തിനാണോ നിങ്ങളുടെ അടുത്ത തലമുറ പഠിച്ചു വരുന്നതെന്ന് ആദ്യം ആലോചിക്കുക. അവർ രംഗപ്രവേശം ചെയ്യുമ്പോഴേക്ക് എത്ര ആത്മഹത്യകൾക്കിടയുണ്ടാവുമെന്നും ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ തന്നെ എത്ര രോഗങ്ങൾക്ക് വിത്തുപാകുമെന്നും നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങളിവിടെ ഇരുന്ന് ഇതെല്ലാം രൂപപ്പെടുത്തുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ഉദ്യോഗസ്ഥന്മാരും സഹകാരികളും ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് വളർച്ചയെ വിഭാവനം ചെയ്യുകയും, തൊഴിൽപരമായി പറയുകയാണെങ്കിൽ ലാവണ സംസ്കാരത്തിലൂടെ വരുന്ന സംഘർഷം വളരെ കൂടുന്നതായൊരു വേളയിൽ ഇന്ത്യൻ സംസ്കൃതി എന്നല്ല ലോക സംസ്കൃതി തന്നെ ക്യാപിറ്റലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും രംഗവേദിയിൽ മനുഷ്യൻ തമ്മിലുള്ള സഹകരണത്തിൻ്റെ പുതിയൊരു സാമ്പത്തിക നയം രൂപപ്പെടുത്തിയതാണ് കോർപ്പറേഷൻ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. സാമ്പത്തിക ദർശനത്തെ ആഡം സ്മിത്ത് മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, മിക്സഡ് എക്കണോമി, ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാനവന് ഭിന്നതയില്ലാത്ത പരസ്പരം സഹകരിക്കുന്ന ഒരു മേഖല സാമ്പത്തിക രംഗത്തുണ്ടാകുവാൻ വേണ്ടിയുള്ള അന്യൂനമായ പരീക്ഷണത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും പരിണതിയാണ് കോർപ്പറേഷൻ. അതിനകത്തിരിക്കുന്നവർ എല്ലാവരും അത് ഉൾക്കൊള്ളാറുണ്ടോ, അങ്ങനെ പഠിച്ചിട്ടുണ്ടോ, അത് മനസ്സിലാക്കിയിട്ടാണോ അതിനകത്തേക്ക് പ്രവേശിക്കാറുള്ളത്, അത് മനസ്സിലാക്കിയാണോ തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ രൂപപ്പെടുത്താറുള്ളത് എന്നതൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നും പറയാനില്ല. അത് നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ മതി. നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത ഏതൊക്കെയോ അറിവും വിഭൂതിയും ഉള്ളവനായി രംഗപ്രവേശം ചെയ്യുമ്പോൾ നിങ്ങളിടാത്ത വസ്ത്രങ്ങളും അണിഞ്ഞ്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഓഫീസ് സൗകര്യങ്ങളോടുകൂടി വന്നണിയുമ്പോൾ ആ വരവിൽ തന്നെ നിങ്ങൾക്ക് സംഘർഷം ഉണ്ടാവും. സഹകരണത്തിൽ നിങ്ങളുടെ നിസ്സഹകരണം ആദ്യം തന്നെ രേഖപ്പെടുത്തിയിരിക്കും. കടന്ന കൈയാണോ ഞാൻ പറയുന്നത്? ആണോ? അല്ലാത്തത് പറയുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞേക്കണം, ഒരു ദാക്ഷിണ്യം എന്നോട് കാണിക്കണ്ട, വസ്ത്രത്തിന്റെ ആനുകൂല്യമൊന്നും എനിക്ക് തരണ്ട, ഞാൻ അറിവാ നിങ്ങളോട് ചർച്ച ചെയ്യുന്നു. അതെന്റെ പേഴ്സണൽ ആവശ്യമാണ്. തീർച്ചയായും സംഘർഷം ഉണ്ടായിരിക്കും. അങ്ങനെ വരാൻ പോകുന്ന ഒരാളിനെ രൂപപ്പെടുത്തിയിരിക്കുന്ന, അയാളെ വാർത്തെടുത്തിരിക്കുന്ന അച്ച് ഏത് തരത്തിലുള്ളതാണ്? അത് നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷവുമായി സഹകരിച്ച് അതിൻ്റെ അന്തർമണ്ഡലങ്ങളിൽ നിന്നാണോ രൂപപ്പെടുത്തിയിരിക്കുന്നത്? അതല്ല ഏതോ ആകാശത്ത് നിന്ന് വിരിഞ്ഞു വരുന്നത് പോലെയാണോ അവിടെ പഠിപ്പിക്കുന്നത്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ എല്ലാ MBA കോളേജുകളിലും ഇന്ന് പഠിപ്പിക്കുമ്പോൾ നിർബന്ധമായി പഠിപ്പിക്കുന്ന ഒരു ഫയലും തീർക്കരുതെന്നാണ്. ഒരു ഫയൽ പോലും കൃത്യസമയത്തോ കൃത്യമായോ തീർക്കരുതെന്നാണ്. എല്ലാം തീർക്കുന്നത് പോലെ നിങ്ങൾ ബഹളം വയ്ക്കണമെന്നാണ്. നിങ്ങളിൽ സംഘർഷം ഉണ്ടാക്കുകയും നിങ്ങളെ കാണാൻ വരുന്നവനിൽ സംഘർഷം പൂർണ്ണമായി നിർത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. ഇങ്ങനൊരു വിദ്യാഭ്യാസം ഇന്ത്യയിലുണ്ടെന്ന് നിങ്ങൾ മുതിർന്നവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ കീഴിൽ വരെ കോളേജുകൾ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ.
ട്രൂ. സിലബസും അവിടുത്തെ പഠിപ്പിക്കലും അവിടെ ഫോറിനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിദ്യാഭ്യാസവും എല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ ഒരിക്കൽ കൂടി എന്നെ വിളിക്കുക, തല്ലാൻ. തലോടാനല്ല, ഇവനാ നാളെ വരാൻ പോകുന്നത്. അഥവാ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ലോണോ അത് റെഡിയാവും. ഇപ്പം കൊടുക്കരുത്. ഇതാണ് ബെസ്റ്റ് മാനേജ്മെന്റ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇവർക്കാണ് പ്രശസ്തി. പരമാവധി ഓടി നടക്കുക, താഴെയുള്ളവനെ വിളിച്ച് മറ്റവരുടെ മുമ്പിൽ വെച്ച് കുറെ ശാസിക്കുക, വൈകുന്നേരമാകുമ്പോൾ അവനെ ശാസിച്ചതിനൊരു ചായ വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ നാളെയും അവൻ ശാസിക്കാൻ വേണ്ടി വന്നു തന്നോളൂ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ. ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവനിലും തന്നിലും താൻ ഇടപെടുന്ന സമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ബെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പരിശീലന കളരിയാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗം. ഇപ്പൊ ശരിയാവും. നാളെ വന്നോളൂ, രാവിലത്തേക്കെല്ലാം റെഡിയായിട്ടുണ്ടാവും. നാളെ അവരും വരുമ്പം എല്ലാം റെഡിയായതായിരുന്നു. ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ഇത് വളരെ സാങ്കേതികമാണ് പ്രശ്നം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല. മോളിൽ നിന്നുള്ളൊരു ഒബ്ജക്ഷനാണ്. നോക്കട്ടെ, വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് റെഡിയാവും. വൈകുന്നേരം വരണ്ട, നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ ഈ പാവം പിടിച്ചവൻ വണ്ടിക്കൂലിയും മുടക്കി വരുമ്പോൾ അല്പം കൂടെ പണിയുണ്ട്. നിങ്ങൾക്ക് ഷർട്ട് തയ്ച്ച് തരുന്നവനല്ല, ബട്ടൺസ് വെക്കാനുണ്ടെന്ന് പറഞ്ഞ് ആ തുണി കീറുമ്പോൾ തയ്ച്ചു തരുന്നവനാണ് ഉത്തമനായ തയ്യക്കാരൻ. മനസ്സിലായില്ല? ബാക്കി എല്ലാം റെഡിയാണ്, തയ്ച്ചു വെച്ചിരിക്കുകയാണ്, ബട്ടൺസ് വെച്ചിട്ടില്ല. അതിനായിട്ടൊരു 6 മാസം നീട്ടാൻ പറ്റുക. ഇതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. സംഘർഷം കുറെ കൂടെ കൂടും ഇപ്പോൾ ഉള്ളതിലും. അപ്പൊ ആർജിതത്തിൽ ഒന്നാമത്തത് വിദ്യാഭ്യാസമാണ്. ഫസ്റ്റ്. കാരണം വിദ്യാഭ്യാസം ഏറ്റവും വികലമാണ്. ഒന്ന്, പ്രായോഗിക പരിശീലനം കിട്ടുമാറ് പ്രകൃതിയോട് ഇണങ്ങിയല്ല ജീവിക്കുന്നത്. രാവിലെ ഇതിനെല്ലാം അടുക്കി കയറ്റി ഒരു വണ്ടിയിലാക്കി വേറൊരു സ്ഥലത്തേക്ക് വിടുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതിനെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവിടുകയാണ്. നിത്യജീവിതമോ ജീവിതത്തിന്റെ രംഗവേദിയോ ഒരിക്കൽ പോലും കാണാതെയാണ് ഈ കുട്ടികളെല്ലാം വളരുന്നത്. അവന്റെ മണ്ണ്, അവന്റെ ചുറ്റും കാണുന്ന ജനങ്ങൾ, അവിടുത്തെ തൊഴിലാളികൾ, അവിടുത്തെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ, അവിടുത്തെ നിയമം, ഇവയൊന്നും ഈ പഠിപ്പിന്റെ അകത്ത് ഭാഗമേ അല്ല. നിങ്ങളൊക്കെ വിടുന്നത് അങ്ങനെയുള്ളിടത്തേക്കാണ്. ഇറ്റ്സ് ട്രൂ. അതിൽ കുറേയെല്ലാം ഇന്ന് AC-യിലാണ്. ഗോയങ്കെ സ്കൂള്, മാതാമൃതാനന്ദമയി സ്കൂള്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ നല്ലൊരു ശതമാനം, ചോയ്സ്, ദെൻ ശ്രീശ്രീ, ചിന്മയ, ഇങ്ങനെ വരുന്ന ഉപരി സ്കൂളുകളെല്ലാം തന്നെ ഇന്ന് AC-യാണ്. ഇന്റർനാഷണൽ സിറ്റികളിലല്ല. ഇന്ത്യയിൽ 41 ഡിഗ്രി സെൽഷ്യസിൽ വേനൽക്കാലത്ത് ചൂട് നിൽക്കുമ്പോൾ ഇവിടെ പഠിച്ച ഒരു കുട്ടിക്ക് പോലും അവൻ സിവിൽ എഞ്ചിനീയറിങ്ങോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ കഴിഞ്ഞ് ഇന്ത്യൻ മണ്ണിലിരിക്കുന്ന ഒരു ഉപകരണത്തെ തൊടാനോ പോയി നോക്കാനോ പോലും പറ്റില്ല. കോട്ടിനകത്ത് AC ഉണ്ടെങ്കിൽ മാത്രമേ അവന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. കാരണം അതിനകത്തിരുന്നാണ് പഠിച്ചത്. ഇവൻ ഈ പഠിത്തം കഴിഞ്ഞാൽ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അതുപോലുള്ള രാജ്യങ്ങളിലോ പോയി ജോലി ചെയ്യാനല്ലാതെ ഈ മണ്ണിൽ ജോലി ചെയ്യാൻ അവൻ ഒരിക്കലും പറ്റില്ല. ജോലി ചെയ്യേണ്ടി വന്നാൽ അവൻ നിത്യസംഘർഷത്തിലായിരിക്കും. അവനെ ജോലി ചെയ്യാൻ വിടുന്ന അച്ഛനും അമ്മയും സംഘർഷത്തിലായിരിക്കും.
അവൻ ജോലി ചെയ്യുന്നിടത്ത് ഇടപെടുന്ന സുഹൃത്തുക്കൾ മുഴുവൻ സംഘർഷത്തിലായിരിക്കും. അതുകൊണ്ട് ആർജിത സംഘർഷത്തിൽ ഒന്നാമത്തതാണ് വിദ്യാഭ്യാസം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സൗകര്യങ്ങൾ കൂടുതൽ കൊടുക്കുകയാണ് പഠിക്കാൻ, അതൊക്കെ നല്ലതാണ്. പക്ഷെ എവിടെയാണ് ഇവൻ പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? ഇവൻ പഠിച്ചിട്ട് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഏത് രാജ്യത്താണ് ഇവൻ പ്രവർത്തിക്കേണ്ടത്? ഇവന്റെ ബ്രെയിൻ ഏത് രാജ്യത്തിന്റെ പണം മുടക്കി ഉപയോഗിച്ചിട്ട് ഏത് രാജ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവൻ പഠിച്ചു വരുന്നത്? ഇത് അറിഞ്ഞും അറിയാതെയും ആർജിത സംഘർഷത്തിലെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം കാതലായിട്ടുള്ള പ്രശ്നമായത്. 2, അവിടെ പഠിക്കുന്ന വിഷയങ്ങൾ പലതും എല്ലാവരും ഒരേ പാറ്റേണിൽ പഠിച്ചു പോവുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥരിൽ പലരും BA കഴിഞ്ഞ്, BSc കഴിഞ്ഞ്, BScയിലെ പല വിഷയങ്ങൾ കഴിഞ്ഞ്, BAയിലെ പല വിഷയങ്ങൾ കഴിഞ്ഞ് ഡിപ്ലോമയോ കോർപ്പറേഷനിൽ ഡിഗ്രിയുടെ ചില പേപ്പറുകളോ എഴുതിയെടുത്ത് കയറിയവരാണ്. റൈറ്റ്? മറിച്ച് ഇവിടേക്ക് തിരിച്ചു വിടുവാൻ തയ്യാറാകുന്ന ഒരു വർഗത്തെ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകൾ മുതൽ പ്രൈമറി ആയിട്ടുള്ള കോപ്പറേറ്റീവ് സെറ്റപ്പിൻ്റെ വിവിധ വിഭാഗങ്ങളിലൂടെയുള്ള ഓരോ ഘട്ടങ്ങളും പഠിപ്പിച്ചായിരുന്നു കയറ്റിവിട്ടതെങ്കിൽ ഇതിൻ്റെ സഹകാരികൾക്കും അവർക്കും തമ്മിലുള്ള യോജിപ്പ് അന്യൂനമായിരിക്കുകയും തൊഴിൽ ചെയ്യുവാൻ അന്യാദൃശമായ പാടവമുണ്ടാവുകയും അത് സമൂഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്യുമായിരുന്നു. മറ്റൊന്നും കിട്ടാത്തതുകൊണ്ടാണ് BA കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ അവിടെ കയറ്റിവിടുമെന്ന് തോന്നിയാൽ ഉടനെ പോയി എടുത്തത്. അങ്ങനെ പറയുന്നത് ശരിയായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. അവരിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിന് പരിമിതികളുണ്ട്. അവരെ ഉപയോഗിച്ചൊരു പ്രസ്ഥാനത്തെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ കയറി വന്നവരുടെ അവകാശങ്ങൾ പലതും അവർക്ക് തന്നെ സംഘർഷമുണ്ടാക്കുന്നതായി തീരുകയും ചെയ്യും. ഇതെല്ലാം ആർജിതമായ വിദ്യാഭ്യാസ സംസ്കൃതിയുടെ രംഗത്തു നിന്നുണ്ടായതാണ്. ആർജിതമായത് വിദ്യാഭ്യാസ സംസ്കൃതി മാത്രമാണെന്ന് കരുതരുത്. അത് ഈ തൊഴിൽ രംഗത്ത് ഒന്ന് മാത്രമാണ്. ഒന്ന്, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആഹാരം വേണം. ആഹാരം സ്വാഭാവികമായ ഒന്നാണ്. 2, കുടുംബ സംബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, ശരീരമുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും കുടുംബം വേണം, മൈഥുനം വേണമെന്ന് സാരം. ഉറങ്ങണം. ഈ 3 സ്വഭാവമാണ്. ബ്രഹ്മചര്യം, ആഹാരം, ഉറക്കം. സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 ലാവണജന്യമായ സംഘർഷങ്ങളെക്കാൾ എല്ലാം കൂടിയതാണ്. ആഹാരത്തിന് 2 ധ്രുവങ്ങളുണ്ട്. ഒന്ന് ഔഷധം, ആഹാരം. രണ്ടും ആഹാരമായിട്ടായിരുന്നത്. ഒരു തൊഴിൽ രൂപപ്പെടുമ്പോൾ അതിനകത്തുള്ളവർ അതിന് വെളിയിലുള്ള ഒട്ടുവളരെ പേരോട് ബന്ധപ്പെടും. എനിക്കൊരു ലോൺ വേണം, ഞാൻ ഓടി നിങ്ങളുടെ അടുക്ക വന്നു. എൻ്റെ സംസ്കൃതിക്കും എൻ്റെ ജീവിതത്തിനും അനുസരിച്ചുള്ളൊരു തലത്തേക്ക് നിങ്ങളെ ഉയർത്തി നിങ്ങൾക്ക് കുറേ ആഹാരവും വാങ്ങിച്ചു തന്ന്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ കുറേ ആഹാരവും പൊതിഞ്ഞു കെട്ടി തന്ന്, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് തന്നു വിട്ടിട്ടാണ് ഞാൻ നിങ്ങൾ ചെയ്തു തന്ന ഉപകാരവും പറ്റി തിരിച്ചു പോകുന്നതെങ്കിൽ, നിങ്ങൾ ഇന്നലെ വരെ കഴിച്ച ആഹാരത്തിൽ നിന്നും നിങ്ങളുടെ തൊഴിലിനനുസരിച്ചുള്ള ആഹാരത്തിൽ നിന്നും വ്യത്യസ്തമായ ഈ ആഹാരം നിങ്ങളുടെ ഉപാപചയ പ്രവർത്തനത്തിൽ, നിങ്ങളുടെ ഹോർമോണുകളിൽ, നിങ്ങളുടെ എൻസൈമുകളിൽ,
നിങ്ങളുടെ രാസ ഊർജ സംബന്ധമായ പരിണാമത്തിൽ, നിങ്ങളുടെ ഐന്ദ്രികമായ മാറ്റത്തിൽ പങ്കുവഹിക്കുമ്പോഴെല്ലാം നാളെ ഈ തൊഴിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാവും. ഒന്നൊരു തൊഴിലിലേക്ക് കയറുമ്പോൾ ആ തൊഴിലിലെ തൊഴിലാളികളും ആ തൊഴിലിൻ്റെ മാനേജ്മെൻറ്റും അത് തൊഴിൽ രൂപപ്പെടുത്തിയ ഗവേഷണ സംഘങ്ങളും ആ തൊഴിലിനെ ഉപയോഗപ്പെടുത്തുന്ന ഉപഭോക്താക്കളും കൂടിയിരുന്ന് ആ തൊഴിലിനനുസൃതമായ ഒരാഹാര സംസ്കൃതി ഇന്നുവരെ ഇന്ത്യയിൽ രൂപപ്പെടുത്തിയിട്ടില്ല. പണ്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഇരുന്ന് ജോലി ചെയ്യുന്നവന് സ്ഥിരമായി ഇരിക്കേണ്ടി വരുമ്പോൾ ഇരിപ്പിനനുസരിച്ചുള്ള ആഹാരം, നിന്ന് പണിയെടുക്കുന്നവന് നിൽപ്പിനനുസരിച്ചുള്ള ആഹാരം. നിന്ന് പണിയെടുക്കുന്ന നിങ്ങളിൽ നല്ലൊരു ശതമാനത്തിനും വേരിക്കോസിൽ കാണും. ഇരുന്ന് പണിയെടുക്കുന്ന നിങ്ങളിൽ നല്ലൊരു ശതമാനത്തിനും പൈൽസ് കാണും. രണ്ടും ഒരേ സാധനമാണ്. പൈൽസ് വേറൊരു തരം വേരിക്കോസിൽ തന്നെയാണ്. ഒരു പ്രത്യേക സമയം പണി തീർക്കുവാൻ വെച്ചിട്ട് ആ സമയത്തിനുള്ളിൽ മറ്റുള്ളവർക്കൊപ്പം നിങ്ങൾക്ക് പണി തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ സമയത്തുണ്ടാകുന്ന തിക്കുമുട്ടൽ നിങ്ങളുടെ ഹൃദയത്തിന് മർമ്മറിക്കുമൊക്കെ ഉണ്ടാകും. അഞ്ചു മണിക്ക് അടയ്ക്കണം എന്ന് നിർബന്ധമായി വിചാരിക്കുന്ന ഒരു ഓഫീസിനകത്ത് താൻ രൂപപ്പെടുത്തിയ കണക്ക് ടാലിയാകുന്നില്ല 5 മണിയായിട്ടുമെങ്കിൽ ഒരു 4 പ്രാവശ്യം അത് ആവർത്തിക്കുമ്പോഴേക്ക് വളരെ സംഘർഷവും രോഗവുമുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആഹാരം അത് തൊഴിൽപരമാണോ, നിങ്ങളുടെ തൊഴിലിന് ചേർന്നതാണോ, നിങ്ങളുടെ വിഹാരങ്ങൾ തൊഴിലിന് ചേർന്നതാണോ? ഇരുന്ന് പണിയെടുത്ത് നിങ്ങൾ വീണ്ടും പോയി ചീട്ട് കളിക്കാനാണോ ഇരിക്കുന്ന ക്ലബിൽ? കാരണം അത് സ്റ്റാൻഡേർഡ് ഉള്ളവന്റെ കളിയാണ്. രാപകൽ ഓടി നടന്നവൻ പോയിരുന്നു വൈകുന്നേരം അല്പനേരം ചീട്ട് കളിക്കുന്നതും കാശ് വെച്ചാണെങ്കിലും അല്ലെങ്കിലും. ഇത്രയും നേരം ഇരുന്ന് പണിയെടുത്ത നിങ്ങൾ പിന്നെയും പോയിരുന്നു ചീട്ട് കളിക്കുന്നതും ലാവണജന്യമായ വളരെ സംഘർഷങ്ങൾക്ക് കാരണമാണ്. സ്ത്രീകളായിട്ടുള്ള നിങ്ങളുടെ തൊഴിലാളി വൃന്ദങ്ങൾ ഇത് കഴിഞ്ഞ് എന്നിരുന്ന് സീരിയൽ കാണാനാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ സംഘർഷത്തേക്കാൾ കൂടിയ സംഘർഷം അവിടെ കിട്ടുക. ആഹാരം എന്നത് ആഹ്രിയന്ത ഇത്യാഹാരഹ എന്ന നിയമം അനുസരിച്ച് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം 5 ആഹാരമാണ്. ഓരോ തൊഴിലും ചെയ്യുമ്പോൾ എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എന്ത് കാണണം, എന്ത് കാണരുത്, എന്തു പറയണം, എന്തു പറയരുത്, എന്ത് സ്പർശിക്കണം, എന്ത് സ്പർശിക്കരുത് എന്ന് വിധിപൂർവം ചിന്തിക്കാത്ത ഒരു സമൂഹത്തിന് ആർജിതമായി വരുന്ന സംഘർഷങ്ങൾ വർദ്ധിക്കുകയും മഹാരോഗങ്ങളിലേക്ക് അവനെ തള്ളിയിടുകയും ചെയ്യും. അവിടെ തൊഴിലിനെല്ലാം അതിൻ്റെതായ ഒരു അച്ചടക്കമുണ്ട്. അത് ഓരോ തൊഴിലിനും വ്യത്യസ്തവുമാണ്. നിങ്ങളുടെ തന്നെ തൊഴിൽ വ്യത്യസ്തമാണ്. കോപ്പറേറ്റീവ് ബാങ്കിങ്ങിന്റെ രംഗത്തുള്ള തൊഴിലല്ല അവിടുത്തെ സ്കൂളിന്റെ രംഗത്തുള്ളത്, കോളേജിന്റെ രംഗത്തുള്ളത്. എല്ലാം കോപ്പറേറ്റീവാണ്. ശരിയാണോ? എല്ലാം ഒന്നിച്ച് ഒറ്റ തൊഴിലാളിയായിട്ടാണ് എണ്ണി പോകുന്നത്. കാരണം ഒരേ മാനേജ്മെന്റിന്റെ കീഴിലാണ്. എപെക്സ് സൊസൈറ്റികളിലുള്ള തൊഴിലാളിയുടെ ലാവണപരമായ സംസ്കൃതിയല്ല താഴെയുള്ളതിന്. രജിസ്ട്രാർ മുതലായവരുടെ തലമല്ല അക്കൗണ്ടന്റ് മുതലായവരുടേത്. മൂത്താൽ അങ്ങനെ ആയേക്കും.